കല്യാണം കഴിച്ചെന്ന സന്തോഷത്തിൽ അവന് ജീവൻ തിരിച്ചു കിട്ടിയാലോ? എന്താ നിങ്ങൾ എപ്പോ നോക്കിയാലും അപശകുനമായിട്ട്? അയ്യോ, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഓടി വാ. വേഗം. അയ്യോ, വേഗം നോക്കാമേ, അർജുനെ നോക്കാമേ, വേഗം വന്ന് നോക്കാമേ. തക്ക സമയത്ത് ഞങ്ങൾ ചെന്ന് രക്ഷപ്പെടുത്തി. എടാ, നിനക്ക് നീന്താൻ അറിയില്ലല്ലോ, പിന്നെ നീ എന്തിനാ പുഴയിൽ ഇറങ്ങിയത്? ഞാൻ കാരണമല്ല പപ്പയുടെ കല്യാണം നിന്നുപോയത്. അതുകൊണ്ട് പപ്പയുടെ കല്യാണം നന്നായി നടക്കണമെന്ന് അമ്പലത്തിൽ പോയി ഞാൻ കുറെ പ്രാവശ്യം ശയന പ്രദർശനം ചെയ്തു. പാന്റും ഷർട്ടും അഴുക്കായപ്പോ വെള്ളത്തിന്റെ അടുത്ത് പോയി കഴുകാന്ന് വിചാരിച്ചു. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. പിന്നെ ദേ ഇവരാണ് എന്നെ കൊണ്ടുവന്നത്. സത്യയുടെ കല്യാണം നടക്കാൻ വഴിപാട് നേരുന്നത് ന്യായമാണ്. അതിനാരെങ്കിലും സ്വന്തം ജീവിതം ബലി കൊടുക്കോ? ഹോട്ട് ചേച്ചി, എന്റെ ജീവൻ തന്നെ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എടാ അർജുന, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുത്തശ്ശിയല്ലേ പറഞ്ഞത് ഇവര് നമുക്ക് ജോലി തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നാലും പിച്ചെടുക്കുന്ന അവസ്ഥയിലായിരിക്കും. എന്റെ മോനെ, ചേച്ചിക്ക് വേണ്ടി, നമ്മുടെ മുതലാളിക്ക് വേണ്ടി, നമ്മുടെ പപ്പിക്ക് വേണ്ടി, ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ വീടിനും വേണ്ടി എന്റെ ജീവൻ തന്നെ പോയാലും സാരമില്ല മുത്തശ്ശി. കേട്ടില്ലേ മുതലാളി, കേട്ടില്ലേ? നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിനോടും എന്റെ മോന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അവന്റെ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബത്തിന് എന്നും നന്മേ ഉണ്ടാവുകയുള്ളൂ. മുതലാളിയുടെ പെങ്ങളെ കല്യാണം വളരെ ഭംഗിയായി നടക്കും, നന്നായി നടക്കും. ആ മോനെ, പോകാം. കല്യാണ ചെക്കൻ റെഡിയായി. കിട്ടിയോ? എവിടെ? മോനോട് ഇരിക്കി, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും. വേണ്ട മുത്തശ്ശി, ഞാൻ കുറച്ച് കഴിഞ്ഞ് മുതലാളിയുടെ വീട്ടിൽ പോയി കഴിച്ചോളാം. വേണ്ട മോനെ, മോനൊന്നും ഇവിടെ കഴിക്ക്. മുതലാളിനെ പോലുള്ള ഒരാള് ഞങ്ങളെ തേടി ഇവിടെ വരാൻ എന്റെ പാടില്ല. പെങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണുള്ളത്. എന്താ മുതലാളി ഇത് ഇങ്ങനെ വലിയ വലിയ വർത്താനൊക്കെ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്ന് നിശ്ചയം നടന്ന ദിവസം ചെറുക്കന്റെ തലയിൽ പരിക്ക് പറ്റിയത് കണ്ടിട്ട് ചെറുക്കന്റെ വീട്ടുകാര് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയോ? ഞാൻ ഇപ്പൊ തന്നെ കല്യാണ ചെറുക്കനെ കൊണ്ടുവന്ന് പപ്പിയെ കല്യാണം കഴിപ്പിക്കാം. നീ എന്തിനാ അവനെ അന്വേഷിച്ചു പോന്നേ? നിന്നെ തേടി ഞാനിവിടെ വന്നിരിക്കുക. മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് എന്റെ പെങ്ങളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൊച്ചുനാൾ തൊട്ടേ എന്റെ കൺമുമ്പിൽ വളർന്ന അർജുൻ എന്റെ പെങ്ങളെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. മുതലാളി, ഈ തീരുമാനം തെറ്റാണ് മുതലാളി. ഇല്ലില്ല, ഞാൻ നല്ലതുപോലെ ആലോചിച്ച് എന്റെ പെങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഈ അർജുൻ നാളെ എന്റെ പെങ്ങളെ ജീവന തുല്യം ഇവൻ സ്നേഹിക്കും. മുതലാളി, നിങ്ങള് പെങ്ങള് വലിയ പഠിപ്പുള്ളോളാ. ഇവൻ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. വിദ്യാഭ്യാസം ആർക്ക് വേണം? പൊതുവെ എല്ലാരും എന്തിനാ പഠിക്കുന്നത്? പഠനം പൂർത്തിയാക്കി 4 കാശുണ്ടാക്കാനല്ലേ? എന്റെ ആസ്തി മുഴുവനും ഇവന്റെ പേരിൽ എഴുതി വെച്ച അതിനുശേഷം ഇവനും കോടീശ്വരനല്ലേ? വിവാഹം കഴിഞ്ഞതും ഇവന്റെ തലയിലെഴുത്ത് തന്നെ മാറും. വേണ്ട മുതലാളി, വേണ്ട, ഇതൊട്ടും ശരിയാവില്ല. ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇപ്പൊ തന്നെ എന്റെ പെങ്ങളുടെ നിശ്ചയം നടന്ന് കല്യാണം തടസ്സപ്പെട്ടിരിക്കുക. ഇനി ആരെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നാൽ തന്നെ അവൻ എന്റെ പെങ്ങൾക്ക് വേണ്ടിയല്ല, സ്വത്തിന് വേണ്ടിയാ വരുന്നത്. അങ്ങനെ ഒരാൾക്ക് എന്റെ പെങ്ങളെ കൊടുക്കുന്നതിനേക്കാൾ അർജുൻ പോലെ ഒരാൾക്ക് കൊടുക്കുന്നതിൽ ഞാൻ സന്തോഷപ്പെടുന്നു. സമ്മതിക്കേ, ദേവി ചെയ്ത് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുക. അരുത് മുതലാളി, എന്റെ കാലിൽ വീഴ. അപ്പൊ ഈ കല്യാണത്തിന് സമ്മതിക്കണം. അയ്യോ എന്റെ ഈശ്വര, ഞാനിനി എന്തു പറയും, എന്ത് ചെയ്യും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ജനിക്കുന്ന എല്ലാ കുട്ടികളും ആദ്യം വൈദ്യനെയാണ് കാണുന്നത്. പക്ഷേ ഈ കുഞ്ഞ് ആദ്യം കണ്ടത് പുണ്യവാനായ ഭഗവാനെയാണ്. ഇങ്ങനെയൊരു അനുഗ്രഹം ഒരു കുട്ടിക്കും കിട്ടിക്കാണില്ല. ഇവന്റെ ഭാവി വളരെ ശോഭനമായിരിക്കും. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പേരക്കുട്ടി വലിയൊരാളാവൂന്ന് ഇവൻ ജനിച്ചപ്പോ മഹാനായൊരു സിദ്ധം പറഞ്ഞിരുന്നു. എന്താ ഈ കല്യാണത്തിന് നിങ്ങൾക്ക് സമ്മതമല്ലേ? ഈ തീരുമാനം മുതലാളിയുടെ തീരുമാനമോ അല്ലെങ്കിൽ എന്റെ തീരുമാനമോ അല്ല, എല്ലാം ഇവന്റെ തീരുമാനമോ. കൃഷ്ണ,
എപ്പോഴും അടിക്കുന്ന മുതലാളിയെ മുത്തശ്ശിയുടെ കാലിൽ വിടാൻ വെച്ചു. എന്നെ ഒരാളായിട്ട് പോലും കണക്കാക്കാത്ത പപ്പി എന്റെ ഭാര്യയാക്കാൻ പോകുന്നു. എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഏട്ടാ വേണ്ട, ഇത് മഹാപാപാണ്. എന്റെ പെങ്ങടെ ജാതകത്തിൽ അവിടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകുന്ന എഴുതിയിരിക്കുന്നേ. എന്റെ ജാതകത്തിൽ എന്റെ ഭാര്യ എന്റെ കൈ കൊണ്ട് മരിക്കുമെന്ന് എഴുതിയിട്ടില്ല. ജാതകത്തിൽ ഇല്ലാത്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ. എടാ അർജുന, അർജുന, എടാ അർജുന, ഇങ്ങോട്ട് മാറടാ. എടാ അർജുന, നിന്റെ ഭാര്യനെ ആദ്യം നിശ്ചയിച്ച ചെക്കൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ചെക്കന്റെ അമ്മയും നമ്മുടെ കൊച്ചമ്മയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞ? എന്തിനാ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്? ശരിയാണ്, പക്ഷെ എന്റെ മകൻ പറഞ്ഞാ കേൾക്കില്ലല്ലോ. പക്ഷേ വേറെ പതുക്കെ. നീ എന്താ ചെയ്ത്? എന്റെ ഭാര്യയ്ക്ക് ആഭരണം ഇട്ട് കൊടുക്കുന്നു. ഏയ്, അവൾ എനിക്കുള്ളതാണെന്ന് എന്നെ തീരുമാനിച്ചു വെച്ചതാണ്. അതാര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല. ഈ നെക്ലസ് മാത്രമല്ല, അവളുടെ അരയിൽ ഒരു അരഞ്ഞാണം കെട്ടാനുള്ള അധികാരവും എനിക്കുണ്ട്. ഇതെല്ലാം ചോദിക്കാൻ നീ ആരാടാ? നീ എന്താ പറയുന്നത്? എത്ര ധൈര്യം പപ്പി! ഇവൻ എന്താ പറഞ്ഞത് കേട്ടോ? എത്ര ധൈര്യം ഇവന്! എടാ, പോടാ. താലി കെട്ടിന്ന് വെച്ച് നീ ഭർത്താവാകൂടാ? മുതലാളി, ഇവൻ എന്താ പറഞ്ഞത് കേട്ടോ? നമ്മുടെ വീട്ടിൽ വന്നതല്ലാതെ പപ്പിയുടെ കഴുത്തിൽ നെക്ലേസ് ഇട്ട് കൊടുക്ക. അവൻ കെട്ടാൻ പോന്ന പെണ്ണിന്റെ കഴുത്തി അവനല്ലാതെ വേറെ ആര് നെക്ലേസ് ഇടും? എന്താ മുതലാളി കേൾക്കുന്നത്? ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്ന് പറഞ്ഞതോ ഇന്ന് പറഞ്ഞതോ യാതൊരു ബന്ധവുമില്ലല്ലോ. ഒരു ബന്ധമില്ലെന്ന് ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്റെ പെങ്ങടെ കൂടെയുള്ള ഇവന്റെ ബന്ധം ഇതോടെ തീർന്നിരിക്കുന്നു. എന്റെ പെങ്ങളെ കെട്ടാൻ മാത്രം ഇവനെന്താ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡ് മെഡലിസ്റ്റ് ആണോ? ഇല്ല ITCയുടെ അടുത്ത് 100 ഏക്കർ സ്ഥലമുണ്ടോ? ഇവൻ എന്റെ പെങ്ങളെ എന്തിനാ കല്യാണം കഴിപ്പിച്ചു കൊടുത്തെന്നറിയാവോ? അവളെ ആദ്യം ആര് കല്യാണം കഴിക്കുന്നുവോ അവൻ അൽപായുസി പോകുന്ന അവളുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാ ഇവനെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ. ഇവനൊക്കെ ജീവനോടിരുന്ന് ആർക്കും ഒരു പ്രയോജനമില്ല. എന്റെ വീട്ടിലേക്ക് പ്രേം വരുമെന്നറിഞ്ഞാൽ ഇവനും വരുമെന്നുള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. മരണം ഇവനെ അന്വേഷിച്ചു വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവൻ തന്നെ മരണത്തിനെ അന്വേഷിച്ചു വന്നിരിക്കുക. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യ രാത്രിയാ നടക്കുന്നത്. പക്ഷെ നിന്റെ കൊച്ചുമോന് കല്യാണം കഴിഞ്ഞ ഉടനെ മരണാന്തര ചടങ്ങാ നടക്കാൻ പോകുന്നത്. ഏയ്, കൊല്ലടാ അവനെ! Uh